നവംബർ 23 ഞായറാഴ്ച, ക്രിസ്തു രാജാവിൻ്റെ തിരുനാൾ. ലൂക്ക 23 35 മുതൽ 43 വരെ വാക്യങ്ങൾ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വടക്കൻ അയർലൻഡിൻ്റെ തീരത്ത് നിന്ന് മുങ്ങൽ വിദഗ്ധർ 400 വർഷം പഴക്കമുള്ള ഒരു കപ്പൽ കണ്ടെത്തി. കപ്പലിൽ നിന്ന് കണ്ടെത്തിയ നിധികളിൽ ഒരു മനുഷ്യൻ്റെ വിവാഹമോതിരവും ഉണ്ടായിരുന്നു. അവർ അത് വൃത്തിയാക്കിയപ്പോൾ അതിൽ ഒരു ലിഖിതം ഉള്ളത് ശ്രദ്ധിച്ചു. വിശാലമായ ബാൻഡിൽ ഒരു ഹൃദയം പിടിച്ചിരിക്കുന്ന ഒരു കൈ ഉണ്ടായിരുന്നു. അതിന് കീഴിൽ ഈ വാക്കുകളും: നിങ്ങൾക്ക് നൽകാൻ എനിക്ക് ഇതിൽ കൂടുതലൊന്നുമില്ല. മുങ്ങിയ ആ കപ്പലിൽ കണ്ടെത്തിയ എല്ലാ നിധികളിലും വെച്ച് ആ മോതിരവും അതിലെ മനോഹരമായ ലിഖിതവുമാണ് മുങ്ങൽ വിദഗ്ധരെ ആകർഷിച്ചത്. ആ മോതിരത്തിലെയും അതിലെ ലിഖിതത്തിലെയും കൊത്തുപണി നിങ്ങൾക്ക് നൽകാൻ എനിക്ക് ഇതിൽ കൂടുതലൊന്നുമില്ല. യേശുവിൻ്റെ കുരിശിൽ സ്ഥാപിക്കാമായിരുന്നു. കാരണം കുരിശിൽ യേശു തനിക്കുള്ളതെല്ലാം നമുക്ക് നൽകി. അവൻ തൻ്റെ സ്നേഹം നമുക്ക് നൽകി, തൻ്റെ ജീവൻ നമുക്ക് നൽകി. മറ്റൊരാൾക്ക് നൽകാൻ കഴിയുന്നതെല്ലാം അവൻ നമുക്ക് നൽകി. ഒരാളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി സ്വജീവൻ നൽകുന്നതിലപ്പുറം വലിയ സ്നേഹമില്ല എന്ന് യേശുനാഥൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആരാധനക്രമ വർഷത്തിലെ അവസാന ഞായറാഴ്ചയായ ഇന്ന് നാം ആഘോഷിക്കുന്ന തിരുനാൾ ക്രിസ്തു രാജാവിൻ്റെ തിരുനാളാണ്. പീലാത്തോസ് കുരിശിൽ എഴുതിയ ഫലകം പോലെ യേശു ക്രിസ്തു യഹൂദന്മാരുടെ രാജാവ് മാത്രമല്ല, രാജാക്കന്മാരുടെ രാജാവുമാണ്. 2 കാരണങ്ങളാൽ അദ്ദേഹം രാജാക്കന്മാരുടെ രാജാവാണ്. ഒന്നാമതായി അവൻ ആരാണെന്നതിൻ്റെ പേരിലും, രണ്ടാമതായി അവൻ എന്താണ് ചെയ്തത് എന്നതിൻ്റെ പേരിലും. യേശു മനുഷ്യവംശത്തിൻ്റെ രാജാവാണ്. അവനേക്കാൾ ഈ ഭൂമിയിൽ വേറെ ആരുമില്ല. ഇന്നത്തെ 2ാം വായനയിൽ വിശുദ്ധ പൗലോസ് പറയുന്നു, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപമാണ്, എല്ലാ സൃഷ്ടികളിലും ആദിജാതൻ. യേശു രാജാക്കന്മാരുടെ രാജാവാണെന്ന വസ്തുത നാം ആഘോഷിക്കുന്നത് അവൻ ആരാണെന്നതിൻ്റെ പേരിലും മാത്രമല്ല, പിന്നെയോ അവൻ എന്താണ് ചെയ്തത് എന്നതിൻ്റെ പേരിലുമാണ്. അവൻ നമുക്ക് വേണ്ടി മരിച്ചു, അങ്ങനെ നമ്മെ വീണ്ടെടുത്തു. ഈ സുവിശേഷ ഭാഗം യേശുവിൻ്റെ രാജകീയതയെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നുവെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ അഭിപ്രായപ്പെട്ടു. ശക്തിയോ മഹത്വമോ ഇല്ലാതെ അവൻ പ്രത്യക്ഷപ്പെടുന്നു. അവൻ കുരിശിലാണ്. അവിടെ അവൻ ജേതാവിനേക്കാൾ കൂടുതൽ കീഴടക്കപ്പെടേണ്ടവനായി തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ രാജ്യത്വം വിരോധാഭാസമാണ്. മാർപ്പാപ്പ ഇങ്ങനെ ഉപസംഹരിച്ചു: കാരണം ഈ ലോകം നിർവചിക്കുന്നത് പോലെ അവൻ്റെ രാജ്യത്തിൻ്റെ മഹത്വം ശക്തിയല്ല, മറിച്ച് എല്ലാറ്റിനെയും നേരിടാനും സുഖപ്പെടുത്താനും കഴിവുള്ള ദൈവസ്നേഹമാണ്. ഈ സ്നേഹത്തിൽ നിന്നാണ് ക്രിസ്തു നമ്മിലേക്ക് സ്വയം താഴ്ത്തിയത്. നമ്മുടെ മാനുഷിക ദുരിതങ്ങൾ അവൻ അനുഭവിച്ചു. നമ്മുടെ മനുഷ്യാവസ്ഥയുടെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് അവൻ ഇറങ്ങി കഷ്ടപ്പെട്ടു. അനീതി, വിശ്വാസവഞ്ചന, ഉപേക്ഷിക്കൽ, അവൻ്റെ മരണം
ശവകുടീര നരകം ഇതെല്ലാം അനുഭവിച്ചു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മുടെ രാജാവ് എല്ലാ ജീവജാലങ്ങളെയും ആശ്ലേഷിക്കാനും രക്ഷിക്കാനും പ്രപഞ്ചത്തിൻ്റെ അറ്റം വരെയും പോയി. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.